അനീഷ് എന്തോരം ബുദ്ധിയുള്ളവനാണെന്നും എന്തോരം കുറുക്കൻ വേല ചെയ്യുന്ന ആളാണെന്നും ഗെയിം എത്രത്തോളം അറിയാമെന്നും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ ദിവസം ഇന്നത്തെ ആ ഗെയിം കളിച്ചപ്പോഴത്തേക്കും ഷാനവാസ് അതിനെ അങ്ങ് പൊളിച്ച് വിട്ടുകൊടുത്തു. ഇന്ന് ഷാനവാസ് ആണ് താരമായിരിക്കുന്നത്. ഈവൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലായാൽ പോലും ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ പേര് ഇപ്പോൾ അപ്പാനിയെക്കാളും അക്ബറിനെക്കാളും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് ഗെയിം കണ്ടുപിടിച്ച് പൊളിക്കുന്നുണ്ട്. കുറേ മണ്ടത്തരങ്ങൾ കാണിക്കുമെങ്കിലും ഗെയിം കണ്ടുപിടിച്ച് പൊളിച്ച ഷാനവാസിനിരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവർ. കാരണം അനീഷ് ഇന്ന് രാവിലെ റാങ്കിങ് ടാസ്കിൽ ഒരു ഗെയിം ഇറക്കുന്നുണ്ട്. ആ ഗെയിം ഷാനവാസ് അങ്ങ് നൈസ തേച്ച് വിടുന്നുമുണ്ട്. പിന്നെ ഇന്ന് വീട് തന്നെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. റാങ്കിങ് ടാസ്കിന് ശേഷം അനീഷിന്റെ കൂട്ടത്തിലുള്ള കുറച്ച് പേരും അനീഷിന് എഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാരും. മിഡ് വീക്ക് എവിക്ഷൻ ഇന്ന് കൊണ്ടുവന്ന് വെച്ച സാധനം പ്രേക്ഷകർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മലയാളം ബിഗ് ബോസ് ആണ് ആദ്യമായിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഒരു ടാസ്കിന്റെ ബേസിസിൽ ഔട്ട് ആവാൻ പോകുന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും മിഡ് വീക്ക് എവിക്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ ഹിന്ദിയിലും തമിഴിലൊക്കെ അത് കണ്ടിട്ടുള്ളതാണ്. തമിഴിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇരുന്നിങ്ങനെ അയ്യോ വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോവും. മലയാളത്തിൽ എന്തായാലും അങ്ങനത്തെ ഒരു ഗതികേടൊന്നും വരാതിരിക്കട്ടെ. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റട്ടെ. അവരവരുടെ കഴിവ് കൊണ്ട് തോറ്റുപോയി ഔട്ടാവുന്നെങ്കിൽ ഔട്ടാവട്ടെ. പക്ഷേ ഈ മിഡ് വീക്കിലൂടെ പുറത്തു പോകുന്നവർക്ക് ഒരു റീ എൻട്രിക്കുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട്. കാരണം ഈ പറയുന്ന ഓഡിയൻസിന്റെ ഓട്സിലൂടെ അല്ലല്ലോ അവർ പുറത്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ചാൻസ് അങ്ങനെ കിടപ്പുണ്ട്. എന്തായാലും ഇന്നത്തെ ടാസ്കുകൾ ബിഗ് ബോസ് കൊടുത്തത് കൊണ്ടും ഈ പറയുന്ന മിഡ് വീക്ക് എവിക്ഷനും മെയിൻ നോമിനേഷനും ഒക്കെ വന്നതുകൊണ്ട് ഇവർ നല്ല രീതിക്ക് ആക്റ്റീവ് ആവും. നാളെ മുതൽ നിങ്ങൾ നോക്കിക്കോ, ഒരു മനുഷ്യൻ പോലും ചുമ്മാതെ ഇരിക്കത്തില്ല. ഒരു മനുഷ്യനും ഇരിക്കില്ല. കാരണം അത്രമേൽ നോമിനേഷനുള്ളവർക്ക് നോമിനേഷൻ ഉള്ളതുകൊണ്ട് വോട്ട് പിടിക്കാൻ കണ്ടന്റ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. മിഡ് വീക്കിൽ നിൽക്കുന്നവർക്ക് കണ്ടന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ അവർ തെറിക്കും, ഓട്ടോമാറ്റിക്കലി തെറിക്കും. വോട്ടും വേണ്ട ഒന്നും വേണ്ട, അവർ ഓട്ടോമാറ്റിക്കലി തെറിക്കും. അപ്പം നാളെ മുതൽ കണ്ടന്റിന്റെ ചാകര ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രേണുസുതി ഒന്ന് അടങ്ങിയിരിക്കുകയാണ്, തിരിച്ച് വീട്ടിൽ പോയാലോ എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ട്. രേണുസുതി ഇന്നത്തെ എപ്പിസോഡിൽ ആ കാര്യം പറയുന്നുമുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് മനസ്സിലായ ഒരു സാധനം, ഇതിനകത്ത് പലർക്കും നിലപാടും ഇല്ല, ധൈര്യവും ഇല്ലാത്ത ആൾക്കാരാണ്. സത്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മളെ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷനിൽ ഒരാൾക്ക് 6 പേരുടെ പേര് പറയാം. 6 പേർക്കെതിരെ ക്രോസ് മാർക്ക് ചെയ്യാം. ഈ ക്രോസ് മാർക്ക് ചെയ്തവര് ഈ 6 പേരുണ്ട്. അപ്പം നമുക്ക് അയ്യോ എനിക്ക് കുറേ പേരുണ്ടായിരുന്നു പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 6 പേരുകൾ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ആരുടെങ്കിലും ദേഷ്യമുണ്ടോ, വിരോധമുണ്ടോ, വൈരാഗ്യമുണ്ടോ, എന്തുണ്ടെങ്കിലും നമുക്ക് 6 പേരിനകത്ത് നിൽക്കും. 60 പേരൊന്നും അല്ലല്ലോ നമ്മുടെ ശത്രുക്കൾ, 6 പേരല്ലേ എന്തായാലും കാണത്തുള്ളൂ. അപ്പം അങ്ങനെ ഓപ്പോണന്റിന് മാർക്ക് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അവിടെ ചെയ്തിട്ട് ഈ കൺഫഷൻ റൂമിനകത്ത് പോയിട്ട് സാധാ നോമിനേഷനിൽ മാറ്റി പറയുന്നു. എന്തൊരു ഡബിൾ സ്റ്റാൻഡാണത്. മീൻസ് ഇവിടെ ഒരു ഒപ്പീനിയൻ, ഇതിനകത്ത് വേറൊരു ഒപ്പീനിയൻ. ഞാനപ്പോൾ അത് ആലോചിക്കുന്നത്, എൻ്റെ പൊന്നെ, ഇവർക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇവർ ഈ പറയുന്ന പേരുകൾ അകത്ത് പോയി പറയുമ്പോഴത്തേക്ക് അത് വിഷയമാവും, അല്ലെങ്കിൽ അത് ആ പേരുകളല്ല പറയുന്നത്. എക്സാമ്പിൾ ഇപ്പം നെവിന് പുറത്ത് 1 വോട്ട്, മിഡ് വീക്ക് എവിക്ഷനിൽ 1 വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൺഫഷൻ റൂമിനകത്ത് പോയപ്പോൾ 4 വോട്ടായി. ബാക്കി 3 പേർക്ക് നെവിൻ്റെ മുഖത്ത് നോക്കിയത് പറയാൻ ധൈര്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതാണ് സംഭവം. എൻ്റെ പൊന്നെ, ഇന്നത്തെ ഗെയിമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കണ്ടന്റിന്റെ ദിവസമായിരുന്നു. ബിഗ് ബോസ് ആണെന്ന് മെയിനായിട്ട് ഇവിടെ പറയുന്ന ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺസീലർ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല, സീസൺ നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നത്. നോമിനേഷനും മിഡ് വീക്ക് എവിക്ഷനും കൂടി ഇത് ക്ലാഷ് ആയി അവിയൽ പരുവം ആവാതിരുന്നാൽ കൊള്ളാം. കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നു. എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനം എന്തോ ലാലേട്ടനൊരു പ്രോഗ്രാം ഉണ്ട്, UK കാനഡയിലോ എന്തോ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിന് ലാലേട്ടൻ പോകുന്ന ഡേറ്റ് ഒരു സാറ്റർഡേയും സൺഡേയും ആണ്. അപ്പോൾ എന്തായാലും അന്ന് നമ്മുടെ ലാലേട്ടൻ ഇവിടെ ഉണ്ടാവില്ല. ഇനി വീഡിയോ കോൺഫറൻസ് എങ്ങാനും വരുമോ എന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്തൊക്കെ മിഡ് വീക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടുതൽ പൊളിച്ചേനെ. ഈ പറയുന്ന പോലെ ഈ ആഴ്ച 2 പേര് മിഡ് വീക്കിലൂടെയും ഒരാൾ എന്തായാലും വീക്കെൻഡിലൂടെയും പോകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മൊത്തം 3 ട്രിപ്പിൾ എവിക്ഷൻ നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ട്രിപ്പിൾ എവിക്ഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും നമ്മുടെ 2 സ്ട്രോങ് പ്ലേയേഴ്സ് ഉറപ്പായിട്ടും കൊഴിഞ്ഞു പോകും. നമുക്ക് ആരെന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും മിഡ് വീക്കിൽ നിന്നായിരിക്കും കൊഴിഞ്ഞു പോകുന്നത്. കാരണം ഒന്നാമത് ഇപ്പം ഈ മിഡ് വീക്ക് എവിക്ഷനിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അനീഷ്, രേണു, ഒനീല്, സരിക, റെന, ഷാരിക. ഇവർ ഇത്രയും പേരും ഈ ഷോക്ക് ഫിറ്റായിട്ടുള്ള ആൾക്കാരാണ്. ഈ ഷോക്ക് ഫിറ്റായിട്ടുള്ള ഇവരിൽ ആര് പോയി കഴിഞ്ഞാലും നഷ്ടമാണ്. അനീഷ് പോയാൽ നഷ്ടമാണ്, രേണു പോയാൽ നഷ്ടമാണ്, ഒനീൽ പോയാൽ നഷ്ടമാണ്, സരിക പോയാലും ഷാരിക പോയാലും റെന പോയാലും ഈ ഷോക്ക് നഷ്ടമാണ്. കാരണം ഇവർ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളാണ്.
കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകൾ 2 മിഡ് വീക്കിലൂടെ 2 തെറിച്ചു പോകുന്നത്. ഇതവിടെ നിൽക്കട്ടെ. ഇനി മെയിൻ നോമിനേഷൻ ലിസ്റ്റിന്റെ കേസാണെങ്കിൽ ഷൈത്യ, അപ്പാനി, നെവിൻ, ജിസേല്, അനുമോള്, ബിന്നി, ആദില നൂർ, ആര്യൻ, ബിൻസി, ഷാനവാസ്, അക്ബർ 11 പേരാണ് മെയിൻ നോമിനേഷനിലുള്ളത്. അഭിശ്രീ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ പെട്ടും പോയി. ഇതിനകത്ത് നിന്ന് ഒരാൾ തെറിക്കും. അത് മിക്കവാറും നമുക്കൊരു ഫെയർ അവിക്ഷൻ അതിനകത്ത് നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ട്. ആക്റ്റീവ് അല്ലാത്ത ആരെങ്കിലും ആയിരിക്കും അതിൽ നിന്ന് തെറിച്ച് പോണത്. പ്രൊമോ വന്നിട്ടുണ്ട്. നാളെ വലിയ രീതിയിലുള്ള കണ്ടന്റ് പ്രൊമോക്കകത്തുനിന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ പറഞ്ഞ മിഡ് വീക്കും നോമിനേഷനും ഒക്കെ വെച്ചിട്ട് നാളെ കണ്ടന്റ് ഉണ്ടാവാൻ ഓട്ടോമാറ്റിക്കലി അതിനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ പ്രൊമോക്കകത്ത് അന്തമാതിരി പെരുസ അളവൊക്കെ ഒന്നുമില്ല സത്യം. കാരണം ഈ അനീഷും ബിന്നിയും കൂടെ ആയിട്ടുള്ള കിച്ചണിലുള്ള ഒരു വഴക്ക്, ഷാനവാസും അക്ബറുമായിട്ടുള്ള സ്ഥിരം വഴക്ക്, ഈ 2 സാധനം. അതുകൊണ്ടാണ് ഞാൻ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു വീഡിയോ എടുത്ത് പറയാത്തത്. നോമിനേഷൻ ലിസ്റ്റും മിഡ് വീക്കും തന്നെയാണെന്ന് വീട്ടുകാരെ മൊത്തം കുഴപ്പിച്ച ഒരു സംഭവം. രാവിലെ മുതൽ ഉച്ച വരെ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയെങ്കിലും ക്യാപ്റ്റൻസിയൊക്കെ കൈമാറിയിട്ടുള്ള ഒരു സാധനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. പുതിയ ടീമുകളൊക്കെ തിരിച്ചു, കൊള്ളാം. ഗ്രൂപ്പുകളെയൊക്കെ നൈസായിട്ട് ഷാനവാസ് പൊളിച്ച് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ അനീഷിന്റെ കൂടെ നിൽക്കാൻ കുറച്ച് സിമ്പതി ആൾക്കാരുണ്ട്. അനീഷ് കുറെ കൂടി മിങ്കിളായിട്ട് വരുന്നുണ്ട്. അനീഷ് നല്ല രീതിയിൽ ഒരു ഗെയിം ഇറക്കി. അത് വിജയ്ക്ക് ഒരു രജിത് കുമാർ, ഒരു റോബിൻ, ഒരു രതീഷ് എല്ലാം അനീഷിന്റെ ഗെയിമിനകത്ത് ഒരു മിക്സ്ചർ ഫാക്ടർ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. വൈകിപ്പിക്കണ്ട, നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റ് 11 ഡേ 8 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ മെയിൻലി ഇന്ന് രാവിലെ 4:30 മോർണിംഗ് പുലർച്ചെ 4:30 ആകുമ്പോൾ തന്നെ ജിസേല് പെട്ടി തുറന്ന്, കട്ടിലിന്റെ പെട്ടിയൊക്കെ തുറന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് മുഖത്തൊക്കെ പുരട്ടുന്നുണ്ട്. ഈ ജിസേലിന് നല്ല രീതിയിലുള്ള ഒരു വാണിംഗ് കൊടുത്താൽ മാത്രം പോരാ, 2 ആഴ്ച പിടിച്ച് നോമിനേഷനിൽ ഇടുകയാണ് ലാലേട്ടൻ ചെയ്യേണ്ടത്. അടുപ്പിച്ച് 2 ആഴ്ച. ബിക്കോസ് റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടിന്യൂസ് ആ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നു. അവർ പറയുമ്പോൾ അവരൊരു മോഡലായിരിക്കാം, കാര്യമായിരിക്കും. ഇവർ അസാധ്യ ഗെയിം ഇറക്കുവാണ്. സീസൺ 9 ഹിന്ദിയിൽ ഇവർ വന്നത് ഒരു കപ്പിളായിട്ടാണ്. സീസൺ 9 ട്രബിൾ സീസൺ 9 ഇവർ വന്നത് നോറ ഫത്തേഹിയും, എനിക്ക് തോന്നുന്നു നോറ ഫത്തേഹിയും ഇവരുമാണ് ഒരു പെയർ ആയിട്ട് ഈ സീസണിനകത്ത് കയറിയത്. പെയർ ഓഫ് എല്ലാ കണ്ടസ്റ്റൻസും പെയറാണ് അതിനകത്ത്. ഈ ഡേ 35 28 ഒന്ന് കയറിയിട്ട് 51 എവിക്റ്റ് ആയ ഒരു വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന നമ്മുടെ ജിസേല്. പക്ഷെ ജിസേൽ അതിനകത്ത് വലിയ പെരുസ അളവ് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ജിസേല് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ന് മെയിൻലി ജിസേല് ഷൈത്യയെയും അനുമോളെയും കുറിച്ച് ഇന്നലെ വീക്കെൻഡിന് ശേഷമുള്ള സാധനം ഞാനത് കണ്ടിട്ടില്ല. അതിന് പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു സാധനം, ഇവർ തമ്മിൽ ലെസ്ബിയൻസ് ആണ് എന്ന രീതിയിലുള്ള ഒരു വർത്താനം ജിസേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് ഷുവർലി ഒബ്വിയസ്ലി അത് സാധനം റോങ് ആണ്. ഒന്നാമത്തെ കാര്യം ഒരാളുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് കമന്റ് ചെയ്യാൻ പോയി. രണ്ടാമത്തെ കാര്യം അത് ചെയ്യാൻ പാടില്ല. ആ സാധനം അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അത് അങ്ങനെ ഒരു സാധനം ഇല്ല. ഷൈത്യയും അനു അത് ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പോകുമ്പോൾ അതൊട്ടും ശരിയായ ഒരു സംഭവം അല്ല. ഓക്കെ, വിഷയം എന്തോ ആവട്ടെ. നേരം വെളുക്കുന്നു. ഇന്നത്തെ പാട്ട് നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എല്ലോ മിനാട്ടെ അതാണ് പാട്ട്. ജിസേലും അനീഷും കൂടെ ആയിട്ടുള്ള ഒരു മോർണിംഗ് വഴക്ക്. വേറെ വിഷയമൊന്നുമല്ല. ജിസേൽ ഡ്രസ്സുകൾ കൊടുക്കുന്നില്ല, ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല, ബിഗ് ബോസ് ലെറ്റർ അയക്കുന്നു, അനീഷ് ക്യാപ്റ്റൻസി പദവി കളഞ്ഞിട്ടുമില്ല. അതിന്റെ പേരിലുള്ള ഒരു തർക്കമാണ്. കുറെ നേരം മലയാളവും ഇംഗ്ലീഷും ഞാൻ എല്ലാ ഭാഷയും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനീഷിന്റെയും ജിസേലിന്റെയും സ്ഥിരം തർക്കമാണ്. അതിനുശേഷമാണ് വിങ്സ്. ഇന്നലെ രാത്രി എപ്പിസോഡ് തീരുമ്പോൾ തന്നെ ഇവർക്ക് എന്താ പറയുക, ഒരു വിങ്സ് വീക്കെൻഡ് കഴിഞ്ഞിട്ട് ലൈവ് തുടങ്ങുമ്പോൾ തന്നെ ഒരു വിങ്സ്, ഒരു പറക്കുന്ന ഒരു തുണി, ഒരു നീല തുണി കൊടുത്തിട്ടുണ്ട്. ആ നീല തുണിയുടെ പുറത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്, ഇവിടെ എനിക്കുള്ളതെല്ലാം ബിഗ് ബോസ് തന്നതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഇട്ട് ഇതെന്തിനാണ് കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഇവർ ഈ ഡ്രസ്സുകൾ ഡെയിലി മാറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ട് പുറത്തെ ആൾക്കാർക്ക് ഇവർക്ക് എന്താ വേറെ തുണി മണിയൊന്നും കൊടുക്കാനില്ലേ എന്നൊരു സാധനം വരും. കാരണം ഈ വിങ്സിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഉറപ്പായിട്ടും ആ വിങ്സിന്റെ പിറകിൽ എന്തോ ഒരു കളിയുണ്ട്. ആ വിങ്സ് ഇടാത്ത സമയത്തൊക്കെ ബിഗ് ബോസ് അനൗൺസും ചെയ്യുന്നുണ്ട്, ഈ ഞാൻ വിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രീസ് ആവണം. ആ സമയത്ത് വിങ്സ് ഇടാത്ത ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പണിപ്പുരയിൽ പോകാനുള്ള ഓരോ സെക്കൻഡുകൾ വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കയ്യിൽ ബാൻഡ് ഉള്ളവർക്ക് ഈ സാധനം ഇടരുത്, ഇട്ടാലും കുറയും. എന്തോ ഈ വിങ്സിനകത്ത് ഇതല്ലാതെ വേറൊരു കളിയുണ്ട്. ബിക്കോസ് ഇങ്ങനെ ഒരു തുണി അവരെ കെട്ടിവിടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം.
റാങ്കിങ് ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആഴ്ചയിൽ കൊടുക്കേണ്ട ഒരു ടാസ്കേ അല്ലാതെ കുറഞ്ഞത് 50 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ ടാസ്ക് കൊടുക്കാനുള്ളത്. പക്ഷേ കഴിഞ്ഞ തമിഴ് ബിഗ് ബോസിലായാലും വളരെ നേരത്തെ തന്നെ ആ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മലയാളം ബിഗ് ബോസിൽ നേരത്തെ കൊടുത്തു. അത് ഒട്ടുമേ വാല്യൂബിൾ അല്ല. കാരണം ഇപ്പം നമ്മൾ കണ്ടസ്റ്റൻസിനെ ഒരാഴ്ച കണ്ട് ഒരു പ്രൈമറി ആയിട്ടുള്ള അവരെ കുറിച്ചുള്ള ഒരു ബേസിക് ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ അവർ ഏത് രീതിയിൽ കളിക്കും എന്നുള്ള സാധനം മാത്രം നമുക്ക് അറിയാവൂ. അപ്പോൾ ഇപ്പോഴേ റാങ്കിങ് ടാസ്ക് കൊടുത്തത് ഒന്നാമത്തെ കേസ് ശരിയായില്ല. മാത്രമല്ല ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മോർണിംഗ് ടാസ്ക് എല്ലാം ഭയങ്കര സംഭവങ്ങളായിട്ടാണ് മോർണിംഗ് ടാസ്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെനിക്ക് ഇൻട്രസ്റ്റഡ് ആയി, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, വഴക്കുണ്ടാക്കാനുള്ള സാധനം തന്നെയാണ്. എന്നാലും ഇത് 1 അവറിനുള്ളിൽ റാങ്കിങ് ടാസ്ക് തീർക്കണം എന്നുള്ള സംഭവം പറഞ്ഞു. അത് അലമ്പാക്കാൻ വേണ്ടി തന്നെ കൊടുത്തതാണ്. അനീഷ് അവിടെയാണ് ഗെയിം ഇറക്കുന്നത്. അനീഷിന് ഫസ്റ്റ് പൊസിഷൻ വേണം. അനീഷിന് വളരെ വ്യക്തമായിട്ട് അറിയാം 1 അവറേ ടൈമുള്ളൂ. ഞാൻ ഫസ്റ്റ് ഏകകണ്ഠമായി തീരുമാനം എടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം പറ്റില്ല. അപ്പോൾ ആ കേസ് പറഞ്ഞുകൊണ്ട് അനീഷ്, ഞാൻ പിന്നെയും പറയുന്നു, എപ്പിസോഡ് കണ്ടിട്ട് റിവ്യൂ കാണാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. എപ്പിസോഡ് കണ്ടതിന്റെ ഗെയിം വ്യൂ ആണ് ഞാൻ പറയുന്നത്, കഥയല്ല. ഓക്കെ, അപ്പം അനീഷ് ഈ 1 അവറിനുള്ളിൽ ഫസ്റ്റ് പൊസിഷൻ എനിക്ക് വേണം എന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ ഒരു ഗുണം, ആഫ്റ്റർ ദിസ് 1 അവർ ഈ ടാസ്ക് റദ്ദാക്കപ്പെടും. ഈ പണിപ്പുരയിൽ പോകാനുള്ള ഒരു ടാസ്കും കൂടിയാണിത്, അതും റദ്ദാക്കപ്പെടും. അവിടെ നിന്ന് കിട്ടിയ ഫുഡ് പോലും റദ്ദാക്കിപ്പിക്കാൻ നോക്കിയ ആളാണ് അനീഷ്. അപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. എനിക്ക് ഫസ്റ്റ് പൊസിഷൻ വേണം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കാണുന്ന ഒരു സാധാ പ്രേക്ഷകനായ നമ്മൾ എല്ലാവരും കാണുമ്പോൾ നോക്ക് ഫസ്റ്റ് പൊസിഷന് വേണ്ടി കിടന്ന് വാദിക്കുന്ന ഒരാള്. പക്ഷെ അതല്ല അനീഷിന്റെ ഉദ്ദേശം. അനീഷിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ടാസ്കിൽ ജയിക്കുക തോക്കുക എന്നുള്ളതിനേക്കാളും ടാസ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് അവിടെ കണ്ടന്റ് ഉണ്ടാവുക. ആണല്ലോ, ഇന്നിപ്പോൾ അവിടെ എല്ലാവർക്കും റാങ്കിങ് ടാസ്കിൽ റാങ്ക് കൊടുത്തിരുന്നുവെങ്കിൽ നമുക്കത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരുന്നു? ഇല്ല. അതേസമയം നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു വ്യൂവർഷിപ്പ് കിട്ടിയത്? കാരണം അവിടെ ഒരു കണ്ടന്റ് ഉണ്ടായി. കാരണം അനീഷ് ഈ ടാസ്കിൽ അവിടെ നിന്നിട്ട് വേണ്ട, ഈ ടാസ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാം എന്നൊരു സാധനം ആദ്യമേ കരുതിയാണ് അവിടെ അത്രയും സീൻ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഷാനവാസ് വന്ന് ആദ്യം അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നിന്നെങ്കിലും അയാൾക്ക് നമുക്ക് അപ്പോസിഷൻ കൊടുക്കാം, നമുക്ക് പോയിന്റ്സ് ആണ് വേണ്ടത് എന്നൊരു തീരുമാനത്തിൽ വന്നെങ്കിലും ടപ്പേ എന്ന് പറഞ്ഞ കണക്ക് അപ്പാനിയും അക്ബറും കൂടെ അത് എതിർത്തപ്പോഴത്തേക്കും വേണ്ട, ഇവൻ അവിടെ കിടന്ന് അലച്ചോട്ടെ, ഇവന്റെ പ്ലാൻ ഇതാണെന്നുള്ള കാര്യം ഷാനവാസ് ആദ്യമേ പറഞ്ഞു. എന്താണ്? നമ്മുടെ 1 അവർ നശിപ്പിക്കാനാണ് ഇവന്റെ പ്ലാൻ. അപ്പൊ നിനക്ക് ഇന്നേ 1 അവർ വേണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ നമ്മുടെ 1 അവർ വേണ്ടടാ എന്ന് പറഞ്ഞൊരു സാധനം ഇവരെടുത്ത് പ്രയോഗിച്ചു. കുറേ പേർക്ക് ഇതിനകത്ത് ഫുഡ് ഡ്രസ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേര് ഈ ഇഷ്യൂയോട് കൂടിയാണ് ക്യാപ്റ്റൻ ഇങ്ങനെ ഒരു തീരുമാനം, ഷാനവാസ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം ക്യാപ്റ്റനാണ്, ക്യാപ്റ്റൻസി ഏറ്റെടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അനീഷിന്റെ കൂടെ പകുതി ആൾക്കാരുമായി മറ്റു പകുതി ആൾക്കാർ അനീഷിന്റെ അടുത്ത് ദേഷ്യമുള്ളവർ, മീൻസ് അനീഷിന് ഫസ്റ്റ് പൊസിഷൻ കൊടുത്തതിന്റെ കേസിൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന അടി തന്നെയാണ്. അതിനകത്ത് വലിയ ഗെയിം ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ശാരികയാണ് മെയിൻ ഇപ്പോൾ അനീഷിന്റെ സപ്പോർട്ടിങ് ഫാക്ടർ. അതെനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. ലാലേട്ടൻ വന്ന് ഇന്നലെ വീക്കെൻഡിൽ അനീഷിനെ കുറിച്ച് ചോദിച്ചപ്പോഴും 18 പേരും ഓപ്പോസിറ്റ് പറഞ്ഞപ്പോൾ 19ാമത് ഈ ശാരിക മാത്രമാണ് അനീഷ് ഇസ് എ പ്യുവർ ഗുഡ് സോൾ, ഒരു നല്ല മനസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അതേ സാധനം തന്നെ ഇന്നത്തെ എപ്പിസോഡിലും അയാൾ ഒരു പാവമാണ് എന്നൊരു സാധനം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ശാരിക, രേണു, അനു ഇവരെല്ലാം അനീഷിന്റെ കൂടെയാണ്. കാരണം അയാൾ ഫസ്റ്റ് പൊസിഷനിൽ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരട്ടെ, അതിലാണ് ഇവർ നിൽക്കുന്നത്. അതേസമയം അക്ബർ, ഷാനവാസ്, അപ്പാനി, സരിക, അഭിശ്രീ ഇവർക്കൊന്നും ഈ പറയുന്ന പോലെ അനീഷ് പോകുന്നതിനോട് താല്പര്യമില്ല. ബിക്കോസ് ഓഫ് അനീഷ് കാണിച്ചു വെക്കുന്ന വേലകളാൽ. അക്ബറിനെ പറഞ്ഞു വിടാനാണ് മെയിൻലി നോക്കുന്നത്. മാത്രമല്ല ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് കുറച്ചും കൂടി പ്രയോറിറ്റീസ് ഉണ്ട്. അയാൾക്ക് 20 സെക്കൻഡും ഉണ്ട്, 1000 പോയിന്റും ഉണ്ട്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുമ്പോൾ 15 സെക്കൻഡ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. അതങ്ങനെ തന്ത്രപൂർവ്വമായി അനീഷ് വിചാരിച്ച സംഭവം നടന്നു. ഷാനവാസ് അതിനെ പൊളിക്കുന്നത് നടന്നു. എന്തായാലും ടാസ്ക് കോലാഹലമായിട്ടുണ്ട്. ഇനി ഈ സീസണിൽ ഒരു റാങ്കിങ് ടാസ്ക് നമുക്ക് കാണാൻ പറ്റൂടെ? ഞാൻ ഇതാണ് ചോദിക്കുന്നത്. റാങ്കിങ് ടാസ്ക് ഇനി ഈ സീസണിൽ നമുക്ക് കാണാനും പറ്റത്തില്ല. ഓരോരുത്തരുടെ റാങ്കിങ് ഇപ്പം അറിയാത്ത അവസ്ഥയിലുമായി, സത്യം. അതിനുശേഷമാണ് മിഡ് വീക്ക് എവിക്ഷൻ വരുന്നത്. ഈ മിഡ് വീക്ക് എവിക്ഷൻ്റെ കേസസ് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് എത്രത്തോളം പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇത് വോട്ടിങ്ങിൻ്റെ ബേസിസിൽ നടക്കുന്നതല്ല, പ്യുവർലി പെർഫോമൻസ് ബേസിൽ നടക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ പറയും ഔട്ടാക്കുമ്പോൾ വോട്ട് മാത്രം നോക്കരുത്, പെർഫോമൻസും നോക്കണമെന്ന്. അത് ന്യായമായ ഒരു പക്ഷം. പക്ഷേ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്യുവർലി പെർഫോമൻസ് ആണ്. അവിടെ വോട്ടിന് ബേസിസ് ഇല്ല. ഇപ്പം നന്നായിട്ട് അവിടെ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഇപ്പം മീൻസ് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ നല്ലൊരു പ്ലെയർ ഉണ്ടെന്ന് വിചാരിച്ചു, നന്നായിട്ട് കളിക്കുകയും ചെയ്യും, നന്നായിട്ട് വോട്ടും കിട്ടും, അങ്ങനത്തെ ഒരു പ്ലെയറാണ്. പക്ഷേ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരികയോ കളിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ അയാൾ ഔട്ടായി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. ഇപ്പോൾ സീസൺ 7 തമിഴിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ജാക്കിൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്, സെയിം ടോപ്പ് 6 ആയിട്ട് എവിക്റ്റ് ആയി പോയതാണ്. ഇതുപോലെയാണ്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു, ടോപ്പ് 3 വരെ കയറാൻ ഇതിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ
ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് സെയിം ലൈക്ക് ഇതേപോലെ ഒരു ടാസ്ക് കൊടുത്തു. 6 പേരാണ്. അതിലും ഈ 6 പേരിൽ ഇന്ന സമയത്തിനകത്ത്, ഞാൻ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് ഭയങ്കര കോൺട്രവേഴ്സിയായ സാധനമാണ് തമിഴ്നാട്ടിൽ. അപ്പൊ കേരളത്തിൽ അതുപോലെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ സെറ്റ് കൂട്ടിയിട്ട് കത്തിക്കാൻ കണക്കിന് ടോക്സിസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞുകൂടാ. കാരണം അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള ആൾക്കാർക്കാണ് അങ്ങനെ വരുന്നതെങ്കിൽ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ആരൊക്കെയാണ് ഉള്ളത്? അനീഷ്, രേണു, ഒനീൽ, സരിക, റെന, ഷാരിക, ഇവർ ഇത്രയും പേരിൽ ആരാ എനിക്കൊന്ന് ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ ഈ ടാസ്കിൽ വൈസ് എങ്ങനെ വീക്ക് ആവുന്നു? അവർ 2 പേര് തെറിക്കും. 2 പേരെ തെറപ്പിക്കുന്നവർ പറയുമെങ്കിൽ എനിക്ക് ഒരാളെ തെറപ്പിക്കും എന്നുള്ളതേ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷേ ഇത് തെറിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ എങ്ങനെ എടുക്കും എന്നൊരു ഇതെനിക്കുണ്ട്. കാരണം ഇത് ഹിന്ദി ബിഗ് ബോസ്, എനിക്കത് എടുക്കാനുള്ള മനസ്സുണ്ട്. സീരിയസ്ലി എനിക്കത് ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ട്. ബിക്കോസ് ഞാൻ തമിഴും ഹിന്ദിയും കണ്ട് എൻ്റെ മനസ്സിങ്ങനെ മരവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എത്ര തവണ കണ്ടിരിക്കുന്നു. സ്പോട്ട് എവിക്ഷൻ വരുന്ന ദിവസം തന്നെ അടിച്ചിറക്കി വിടുന്ന ആൾക്കാരുണ്ട്, സ്പോട്ട് എവിക്ട് ചെയ്ത് വിടുന്ന ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇത് എത്രത്തോളം ഇത് വർക്കാകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഈ മിഡ് വീക്ക് എവിക്ഷൻ. ബിക്കോസ് ഇത് വോട്ടിങ്ങിന്റെ ബേസിസിൽ നടക്കുന്നതല്ല. അതാണ് ഞാൻ പറയുന്നത്. ദെൻ മിഡ് വീക്ക് എവിക്ഷനുള്ള എല്ലാവർക്കും ഒരു കണ്ണിങ്ങനെ ബ്ലൈൻഡ് ആണ്, അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്താ മിഡ് വീക്ക് എവിക്ഷൻ. ഒരു കണ്ണടയിൽ ക്ലാസ് ഇല്ല. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നീടാണ് ഷാരിക, രേണു, ബിന്നി. ഷാരിക പറയാണ്, നമ്മൾ ഇന്ന് രാവിലത്തെ ടാസ്ക് മുടക്കിയത് കൊണ്ടാണ് ഈ പറഞ്ഞ കണക്ക് ഇങ്ങനത്തെ ഒരു പണി നമുക്ക് തന്നത്. മെയിൻ നോമിനേഷൻ വരുന്നു. ഈ മെയിൻ നോമിനേഷനകത്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ മിഡ് വീക്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, 2-3 എക്സാമ്പിൾ പറയാം. മിഡ് വീക്കിൽ ഒരാൾക്ക് 6 പേരുടെ പേര് പറയാമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നു. ഈ 6 പേരുടെ പേരിൽ നമ്മളൊരു നിലപാട് കാണിക്കേണ്ടത്. ഇപ്പം ഞാൻ 6 പേരുടെ ABCDEF 6 പേരുടെ പേര് ഞാൻ പറഞ്ഞു. മെയിൻ നോമിനേഷൻ വരുമ്പം ഈ 6-നകത്ത് നിന്നും എനിക്ക് ഭയങ്കര അനോയിങ് ആയിട്ട്, ഡിസ്റ്റർബിംഗ് ആയിട്ട്, ഭയങ്കര എനിമിറ്റി തോന്നുന്ന 2 പേരെ ആയിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, അകത്ത് പോയി നോമിനേറ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ടും 2 അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, 2 അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കഥ ശരിയാവും? അതാണ് ഇവിടെ പലരും ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഷൈത്യയ്ക്ക് 7 വോട്ട് മിഡ് വീക്ക് എവിക്ഷൻ വഴി കിട്ടിയിട്ടുണ്ട്. അതേസമയം ഈ മെയിൻ വോട്ട് ചെയ്തതിൽ അകത്ത് പോയിട്ട് അഭിശ്രീ ശൈത്യയുടെ പേര് പറഞ്ഞിട്ട്, അഭിശ്രീ അകത്ത് പോയി ശൈത്യയുടെ പേര് പറഞ്ഞു, പുറത്ത് വെച്ച് ശൈത്യയുടെ പേര് പറഞ്ഞില്ല. മീൻസ് അത് ഓപ്പൺ നോമിനേഷനാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. നെവിന് ഒരൊറ്റ വോട്ട് മാത്രമേ മിഡ് വീക്കിൽ കിട്ടിയുള്ളൂ. ആര്യൻ മാത്രമേ നെവിൻ്റെ പേര് പറഞ്ഞുള്ളൂ. നെവിൻ ആര്യൻ്റെ പേര് പറഞ്ഞത് കൊണ്ടാണ് ആര്യൻ നെവിൻ്റെ പേര് മിഡ് വീക്കിൽ പറഞ്ഞത്. ഈ ആര്യൻ എന്നിട്ട് നേരെ കൺഫഷൻ റൂമിൽ പോയിട്ട് നെവിൻ്റെ പേരാണ് പറയുന്നത്, വീണ്ടും നെവിൻ്റെ പേര്. അതിനെയാണ് നിലപാടെന്ന് പറയുന്നത്. പുറത്തും അഭിപ്രായം അത് നെവിൻ്റെ മുഖത്തോക്കിയും പറഞ്ഞു, അകത്തും പോയി ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞതും സെയിം ഒപ്പീനിയൻ. എന്നാൽ അതേസമയം അന്നേരം നെവിൻ നമ്മുടെ എല്ലാം തങ്കക്കൂടം, ഇവനെന്നും തങ്കക്കൂടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നെവിനെതിരെ വോട്ട് ചെയ്യാത്ത, മിഡ് വീക്കിൽ 6 ഓപ്ഷൻ ഉണ്ടായിട്ടും 3 പേര് 4 പേര് ഇങ്ങനെ ആലോചിച്ച് ഇവർക്ക് എന്തോരം സമയം ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചെയ്തിട്ട് അകത്ത് പോയിട്ട് പുറത്ത് നിന്ന് അപ്പാനി നെവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അക്ബർ നെവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അനു നെവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഇവർ 3 പേരും അകത്ത് പോയി നെവിൻ്റെ പേരാണ് പറഞ്ഞത്. നെവിൻ കോമഡി ആക്കുന്നു, അങ്ങനെയാക്കുന്നു, ഇങ്ങനെയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ്റെ പേരാണ് അകത്ത് പോയി പറഞ്ഞത്. അതാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇവർക്ക് നിലപാടില്ലേ? അനുവിനും അക്ബറിനും ഈ പറയുന്ന അപ്പാനിക്കും ഈ കാര്യം പുറത്ത് വെച്ച് സംസാരിച്ചുകൂടായിരുന്നോ? മിഡ് വീക്ക് എവിക്ഷൻ നടക്കുമ്പോൾ 6 പേര് പറയാമായിരുന്നു. ഇവർക്കെല്ലാവർക്കും എന്തുകൊണ്ട് ഈ പേര് പറഞ്ഞാൽ പ്രശ്നമാകുമായിരുന്നു? എന്തുകൊണ്ട് പറഞ്ഞില്ല? നിലപാടില്ലേ? സ്റ്റാൻഡില്ലേ? ആര്യൻ പറഞ്ഞല്ലോ പുറത്ത് നടക്കുന്ന അതേ പേര് പോയി അകത്ത്. അയാൾക്കുള്ള എന്താ പറയുക സ്റ്റാൻഡ് ഇവർക്കാർക്കുമില്ലേ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ബിന്നിയുടെ കേസിൽ 3 വോട്ട് ബിന്നിക്ക് പുറത്ത് വെച്ച് കിട്ടുന്നുണ്ട്. അകത്ത് പോകുമ്പോൾ 4 വോട്ട് കിട്ടുന്നു. ജിസേൽ എക്സ്ട്രാ കൊടുക്കുന്നു. ജിസേൽ പുറത്ത് വെച്ച് പറഞ്ഞില്ല. മനസ്സിലായോ? ആദില നൂറയുടെ കേസും ഇതുപോലെ തന്നെ 2 വോട്ടേ കിട്ടുന്നുള്ളൂ. അകത്ത് പോയി 3 കിട്ടുന്നു. ഇങ്ങനെ അപ്പാനിയുടെ കേസിൽ അപ്പാനി തന്നെ ഡൗട്ട് അടിക്കുന്നുണ്ട്. 3 പേരെനിക്ക്, അപ്പാനിക്ക് മൊത്തം 5 വോട്ട് കൺഫഷൻ റൂം വഴി കിട്ടുന്നുണ്ട്. 3 എനിക്ക് പിടികിട്ടി. 2 ആര് ചെയ്തത്? അപ്പാനിയും ഈ പറഞ്ഞ സാധനം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം ഫേക്കുകളാണ്. ഫേക്കുകളാൽ നിറഞ്ഞൊരു സീസണാണിത്. സത്യം പറയാതിരിക്കാൻ വയ്യ. അതിനുശേഷം പിന്നീട് നടക്കുന്നതാണ് രാത്രിയിലെ കാഴ്ചകളാണ്. മെയിൻ സംഭവമാണ് ഇതെല്ലാം. അപ്പാനി, ബിൻസി, അക്ബർ ഇവരുടെ ശത്രുവായി ഷാനവാസ് ഫേക്കായി മാറിയിരിക്കുകയാണ് എന്നാണ് അക്ബർ പറയുന്നത്. നെവിൻ കുറച്ച് ഓവറാണെന്ന് പറയുന്നത്. പക്ഷേ നെവിൻ്റെ പൊളിച്ച തമാശ കേട്ട് ഇവരെല്ലാവരും ചിരിക്കാറുണ്ട്. ബിൻസി പറയുകയാണ്, ഞാൻ അവനിക്കൊന്ന് കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് കിട്ടിയതാണെന്ന് ഞാൻ മറന്നു, എന്നാലും ഞാൻ അവനിക്കൊന്ന് കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. പിന്നീട്
അക്ബർ രാത്രി രേണു ഇവരെ രണ്ടുപേരെയും കൺഫഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ആയില്ല, ഇല്ല അക്ബർ പാട്ടൊക്കെ പാടി തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കഥ പറയുന്നത്, ഇതൊന്നും ലൈവിൽ ഞാൻ കാണാത്ത സാധനങ്ങളാണ്, രാത്രി നടക്കുന്നതാണ്, അതായത് എപ്പിസോഡ് നടക്കുന്ന സമയത്ത് ലൈവിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നീടാണ് ഷൈത്യയും അനുവും ഈ പറഞ്ഞതുപോലെ ഷൈത്യ പറയാണ് ജിസേൽ നമ്മളെ തമ്മിൽ ചേർത്ത് വെച്ച് പലതും പറയുന്നുണ്ട്, അത് തെറ്റാണ്, നമ്മുടെ ഫാമിലി കാണുന്ന സാധനമാണെന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഓവറോൾ നടന്ന വിഷയങ്ങൾ. നാളെ നമുക്കിനി കണ്ടറിയാം ഈ ഗെയിം എങ്ങനെയാണ് തിരിഞ്ഞു പോകുന്നത്. എന്തായാലും അനീഷ് ഒരു സൂപ്പർ കുറുക്കനാണ്, ഷാനവാസ് ഈ കുറുക്കനെ പിടിക്കാനുള്ള വീട്ടുടമസ്ഥനുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിക്ക് കയറി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പാനിയും ഈ പറയുന്ന അക്ബറും കൂടി കാണിക്കുന്ന ഗ്രൂപ്പിസോ അയൽക്കൂട്ടവും ഷാനവാസിന് നല്ല രീതിക്ക് പോസിറ്റീവായിട്ടുണ്ടെന്ന് ഇന്നത്തെ പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ 3 പോൾ ഇട്ടിട്ടുണ്ട്. എവിക്ഷനിലുള്ള ആൾക്കാരുടെ പോളുകളാണ് ഇട്ടിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് വീതമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും പോയി പോൾ ചെയ്യുക. 3 പോളും നിങ്ങൾ പോൾ ചെയ്യണം. ഓക്കെ, ഒരു പോളിൽ ആദിലാനൂറ, ജിസേല്, അനിമോള്, ഷൈത്യ ഇവരുടെ 4 പേരുടെയും പേരാണ് ഇട്ടിരിക്കുന്നത്. അടുത്തൊരു പോളിൽ ഞാൻ ഇട്ടിരിക്കുന്നത് നെവിൻ, RJ ബിൻസി, ബിന്നി സെബാസ്റ്റ്യൻ, ആര്യൻ കദൂരിയ ഇവരുടെ പേര്. അടുത്തതിൽ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പാനി, അക്ബർ, ഷാനവാസ് ഇവരുടെ പേരാണ്. ഇതിനകത്ത് ആ അപ്പാനി, അക്ബർ, ഷാനവാസിന്റെ സ്ഥാനത്തിൽ ഷാനവാസിന് മൊത്തം ടോട്ടൽ 7700 പേര് പോൾ ചെയ്തതിൽ 83% ഷാനവാസിനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് 50,000 വോട്ടുകളിൽ അടുപ്പിച്ചു. ഇപ്പോൾ 7200 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇട്ടിട്ട് 1 മണിക്കൂർ ആയതേ ഉള്ളൂ. അപ്പോൾ അതായത് അത്ര മാത്രം ഈ ഷാനവാസിന് സപ്പോർട്ട് കിട്ടാൻ ഷാനവാസ് എന്തെങ്കിലും വലുതാ സംഭവം ചെയ്ത് വെച്ചോ? ഇല്ല, ചെറിയ സാധനങ്ങൾ മാത്രമാണ് ഷാനവാസ് ഇളക്കി വിട്ടത്. പക്ഷെ ഷാനവാസിന് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ പോൾ ചെയ്തു? അപ്പാനിക്കും അക്ബറിനും 8%, 9%ആണ് കിടക്കുന്ന വോട്ടുകൾ. ഇവർ രണ്ടുപേരുടെയും കൂടെ അയൽക്കൂട്ടമാണ് ഷാനവാസിനെ പോസിറ്റീവ് ആക്കിയത്. അതുപോലെ തന്നെ അടുത്ത പോള് നെവിൻ, RJ ബിൻസി, ബിന്നി, ആര്യൻ. ഇത് ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഒരു പോളാണ്. ആരുടെ പേര് പറയുന്നുള്ളത്? അവിടെ ഒരു ഫൺ ഫാക്ടർ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുള്ളതാണ്. നെവിൻ അതിനകത്ത് 41% വോട്ടുണ്ട്. RJ ബിൻസിയാണ് പിന്നിൽ നിൽക്കുന്നത്. അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുകയും അതിനകത്ത് ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്ന RJ ബിൻസി പിന്നിലാണ്. അടുത്ത് ആദിലാനൂറ, ജിസേൽ, അനിമോൾ, ഷൈത്യ എന്ന് പറയുന്ന പോളിൽ അനിമോളാണ് 53% വോട്ട്, 53% മുന്നിൽ നിൽക്കുന്നത്. ജിസേൽ 26 ആണ്. അതിൻ്റെ താഴെ ആദിലാനൂറ 18ഉം ഷൈത്യ വെറും 3% ആണ്. ഷൈത്യ ഈ ആഴ്ച ഭയങ്കര ഡേഞ്ചറിലാണ്. ഷൈത്യ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ തെറിക്കും, കുറ്റി തെറിക്കും എന്ന് പറഞ്ഞാൽ ഷൈത്യ അടപ്പ് തെറിക്കും. ഷൈത്യ തന്നെയായിരിക്കും മിക്കവാറും ഈ വീക്ക് തെറിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഭയങ്കര ലോ പെർഫോമൻസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മിഡ് വീക്കും മെയിൻ നോമിനേഷൻ വന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മിഡ് വീക്കിൽ വന്നവർക്കാണോ ലക്ക്, മെയിൻ നോമിനേഷനിൽ വന്നവർക്കാണോ ലക്ക്? മെയിൻ നോമിനേഷനിൽ വന്നിട്ടുള്ള സേഫ് പ്ലെയേഴ്സ് പെടും, കാരണം അവർക്ക് വോട്ട് കിട്ടൂല. പക്ഷെ മിഡ് വീക്കിൽ ഒരു സേഫ് പ്ലെയർ വന്നാലും അവർ 2 ദിവസം കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഉറക്കൊഴിയാനുള്ള ടാസ്കോ വേറെ എന്തെങ്കിലും ടാസ്ക് ആയിരിക്കും, ടാസ്ക് വൈസ് ആണ്. ആ ടാസ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം. ഈ ഷൈത്യ മെയിൻ നോമിനേഷനിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഷൈത്യ ഭയങ്കര ഡേഞ്ചറിലാണ്. അതേസമയം ഷൈത്യ ഇപ്പോൾ മറ്റേ മിഡ് വീക്ക് നോമിനേഷനിലായിരുന്നുവെങ്കിൽ ഷൈത്യയ്ക്ക് ടാസ്ക് കളിച്ച് അതിനകത്ത് മാക്സിമം പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് സ്കോപ്പാണ് ഉള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു മിക്കവാറും 90%ഉം ഷൈത്യ തന്നെ ആയിരിക്കും എവിക്റ്റ് ആവാൻ പോകുന്നത്. ഇപ്പോഴേ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു. ബിക്കോസ് അതിനകത്ത് ഇപ്പോൾ നിൽക്കുന്നതിൽ കണ്ടന്റ് വളരെ കുറവ് ഷൈത്യയുടെ ഭാഗത്തു നിന്നാണ്, സീരിയസ്ലി. അപ്പോൾ നമുക്ക് നോക്കാം. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം, ലൈവ് അപ്ഡേറ്റിലായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പം നാളെ വരാം. ബൈ.